ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പിക്ചറിൽ നമ്മൾ കാണുന്നത് മൾട്ടി ബാഗർ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഏതൊക്കെയാണത്? ഐഷർ മോട്ടോഴ്സ്, ആരോ ഫാർമ, അബാർ ഇൻഡസ്ട്രീസ്, വിപ്രോ, ബെർജർ പെയിൻസ്, ടാറ്റ എലക്സി, അപ്പോളോ ഹോസ്പിറ്റൽ, ശ്രീ സിമെൻറ്റ്, ടൈറ്റാൻ. ഈ സ്റ്റോക്കുകളൊക്കെ ഓൾറെഡി മൾട്ടി ബാഗറായ സ്റ്റോക്കുകളാണ്. ഇനി അതിലൊരു മൾട്ടി ബാഗർ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. എന്നാൽ പുതിയ പുതിയ കമ്പനികളിൽ ഈ ഒരു സാധ്യത ഉണ്ട് താനും. കഴിഞ്ഞ 30 വർഷത്തെ റിട്ടേൺ ആണ് നമ്മളിവിടെ കാണുന്നത്. ഐഷർ മോട്ടോഴ്സ് 98,100% റിട്ടേൺ നൽകി. ആരോ ഫാർമ 93,800, അബാർ 53,000. ഇതെല്ലാം പേഴ്സൻറ്റേജിലാണ് കേട്ടോ. വിപ്രോ 51,700%. അപ്പോൾ ഇങ്ങനെ വലിയ റിട്ടേൺസ്, ഇത് കഴിഞ്ഞ 30 വർഷത്തെ റിട്ടേൺ ആണ്. ഇതുപോലെ റിട്ടേൺ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? കണ്ടെത്തിയാൽ തന്നെ ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാനൊരു സ്ക്രീനർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീനർ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടും. ഇതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളുടെ ഐ.ഡി. കൂടി ആവശ്യമുണ്ട്. എൻ്റെ ഐ.ഡി. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കൂടി കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നു. ഇനി എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഐ.ഡി. ആണ്. ഇതിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തി അക്യുറസി കൂട്ടാൻ സാധിക്കുമെന്നുള്ളത്. ഉദാഹരണത്തിന് ഐഷർ മോട്ടോഴ്സിൽ നമ്മളൊരു 30 വർഷം മുമ്പ് 1000 രൂപ ഇട്ടിരുന്നുവെങ്കിൽ അത് ഇപ്പോൾ എത്രയാകുമായിരുന്നു എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കാൽക്കുലേറ്റർ എടുത്തു. 1000 ടൈപ്പ് ചെയ്തു. ഇൻറ്റു 98,100%. അതായത് 981 ഇരട്ടി. ഇനി നമുക്ക് ഈക്വൽസ് കൊടുക്കാം. ഇപ്പോഴത് 9,81,000 രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. 1000 രൂപ മാത്രമാണ് നമ്മളിത് ഇട്ടത്. അത് 9 ലക്ഷമായിട്ട് മാറി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 30 വർഷം മുമ്പുള്ള 1000 രൂപയ്ക്ക് വളരെ വലിയ വിലയുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ ഒരു വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതേ ഉള്ളൂ. അന്ന് ഒരുപക്ഷെ 1000 രൂപയൊന്നും ഇടാൻ പറ്റിയെന്ന് വരില്ല. ഇന്നത്തെ 1000 എന്ന് പറയുന്നത് അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ലല്ലോ. ഇത് ഈ ഒരു സ്റ്റോക്കിലെ കാര്യമാണ്, ഒറ്റ സ്റ്റോക്ക്. രണ്ടാമത്തെ സ്റ്റോക്കിൽ 93,800% റിട്ടേൺ. ഇതിനെ കഴിഞ്ഞ് കുറച്ച് കുറവായിരിക്കും കിട്ടുക. അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഞാൻ അതിനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നടത്തുന്നത്. ഈ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള പോസ്റ്ററാണ്. ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള ആക്ച്വൽ റിട്ടേൺ ഒന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ ഒരു ഐഡിയ മനസ്സിലുദിച്ചു. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് തോന്നി. എന്തായാലും അതുകൊണ്ട് നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല, നേട്ടമേ ഉണ്ടാകൂ. ഈ ഒരു പോസ്റ്റർ ഫോർവേഡ് ചെയ്ത് തന്ന് നമ്മുടെ സുഷാന്ത് സാറാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ജൂൺ മാസം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ജൂൺ 1 തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മളൊരു സ്റ്റോക്ക്, അതായത് നല്ല രീതിയിൽ കയറാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വീഡിയോ ചെയ്തിരുന്നു. ഏതാ സ്റ്റോക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അധികം ആയില്ല നമ്മൾ ഈ ഒരു സ്റ്റോക്ക് വീഡിയോ ചെയ്തിട്ട്. 1 മാസം ആയോ? അത്രയും കണ്ടായിട്ടുള്ളൂ. നെറ്റ് വെബ് ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ആ ഒരു സ്റ്റോക്കിൻ്റെ പേര്. നമ്മൾ വിശദമായ അനാലിസിസ് ചെയ്ത് ചില വലിയ വീഡിയോയും ചെയ്തു. അതിന് ഞാൻ ചീത്ത കേൾക്കുകയും ചെയ്തു. അതേപോലെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ. കാരണം നമ്മളൊരു കാര്യം പഠിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സമയം മെനക്കെടുത്തേണ്ടതുണ്ട്. എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ എക്സ്പ്ലനേഷൻസ് നീണ്ടു പോയേക്കാം. വെൽത്ത് ക്രിയേഷനിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ ലൈക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈയിടെയായിട്ട് നിങ്ങൾ നന്നായിട്ട് ലൈക്ക് തരുന്നുണ്ട്. അതിന് താങ്ക് യു. അതുകൊണ്ടാണ് ഇതുപോലുള്ള ഐഡിയകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? 2000-ന് താഴെ അല്ലേ? അതായത് ഏതാണ്ട് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ താഴെയാണ്. 2000-ന് താഴെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് നെറ്റ് വെബിൻ്റെ. ഇപ്പോഴത്തെ പ്രൈസ് 2343 ഇവിടെ കണ്ടാൽ അറിയാം ഇത് ഇനി ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ നിങ്ങളുടെ കോസ്റ്റിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലോസ് ഒന്നുമില്ല. എന്തായാലും വീഡിയോ കണ്ടവരും സ്റ്റോക്ക് എടുത്തവരുമൊക്കെ ഇപ്പോൾ നല്ല പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇതാണ് സിംഗ് ലോ. ഇവിടേക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് സ്റ്റോപ്പ് ലോസ്. ഇതിന് താഴെയാണല്ലോ നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുക. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോ കൊണ്ട് കുറേ പേർക്ക് പ്രയോജനം ഉണ്ടാവുമല്ലോ. വീണ്ടും നമുക്ക് ആ പിക്ചറിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. ഇനി ഓരോ സ്റ്റോക്ക് നമുക്ക് ചാർട്ടൊന്നും എടുത്ത് അനലൈസ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ അനലൈസ് ചെയ്യാം. ഒരു മൾട്ടി ബാഗർ റിട്ടേൺ തരാൻ ചാൻസ് ഉള്ള കമ്പനി എങ്ങനെയായിരിക്കണം? ഇതും നിങ്ങളുടെ ഐഡിയകൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. വളരെ പ്രധാനപ്പെട്ടാണ് അത് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ പല കാര്യങ്ങളും ഇത് വിട്ടുപോയിട്ടുണ്ടാകാം, ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഇത് പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത സ്ക്രീനറാണ്. അപ്പോൾ അതിൽ
മോഡിഫിക്കേഷൻസും പുതിയ അഡീഷൻസും വരുത്താനുണ്ടാവും. അപ്പോൾ അത് വരുത്താനായിട്ട് നിങ്ങളുടെ കമൻറ്റ് വളരെയധികം എന്നെ സഹായിക്കും. ഒന്നാമത്തെ കാര്യം, ഈ ഒരു കമ്പനി വളരണം അല്ലേ. അതായത് കമ്പനി എക്സ്പാൻഡ് ചെയ്താൽ മാത്രമേ അതിൻ്റെ കച്ചവടം കൂടുള്ളൂ, അതിൻ്റെ പ്രോഫിറ്റ് കൂടുള്ളൂ, മൾട്ടി ബാഗർ റിട്ടേൺ ജെന്യുവനായിട്ട് തരാൻ ആ കമ്പനിക്ക് സാധിക്കും. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് അതാണ്, വളരുന്ന കമ്പനികളെ കണ്ടെത്തണം. അതിന് നമുക്ക് സ്ക്രീനറിൽ കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട്. CWIP സ്ക്രീൻ ചെയ്താൽ മതി. എന്താണ് CWIP? ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. അതായത് കമ്പനി എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ബിൽഡ് ചെയ്യാനായിട്ട് കമ്പനി മാറ്റിവെക്കുന്ന തുക. ആ തുകയുടെ ഒരു തോത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വളരാൻ സാധ്യതയുള്ള കമ്പനികൾ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്ക്രീനിങ്ങിൽ ഇത് വരുന്നു. രണ്ടാമത്തെ സ്ക്രീനർ എന്താണ് വരുന്നത്? എന്തായാലും കമ്പനിയുടെ സെയിൽസ് കൂടണം. സെയിൽസിനെ കഴിഞ്ഞും ഉപരി കമ്പനിയുടെ പ്രോഫിറ്റാണ് കൂടേണ്ടത്. പക്ഷേ ജെന്യുവനായിട്ട് പ്രോഫിറ്റ് കൂടണമെങ്കിൽ സെയിൽസ് കൂടണം. അല്ലാത്ത രീതിയിലും പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സാധിക്കും, പക്ഷേ അത് സ്ഥിരമായിട്ട് നിലനിൽക്കുകയില്ല. അതുകൊണ്ട് സെയിൽസ് ഉയരുന്ന കമ്പനികൾ കണ്ടെത്തണം, പ്രോഫിറ്റ് ഉയരുന്ന കമ്പനികൾ കണ്ടെത്തണം. ഇത് കൂടാതെ എന്തൊക്കെ നമുക്ക് നോക്കാം? പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കാം, കടം നോക്കാം അല്ലേ. പക്ഷേ കടത്തിനൊരു പ്രശ്നമുണ്ട്. ഈ കമ്പനികളൊക്കെ ഒരു 30 വർഷം മുമ്പ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണോ എന്ന് സംശയമുണ്ട്. ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത കമ്പനികളും ഉയരാം. അതുകൊണ്ട് നമ്മൾ ഫണ്ടമെൻ്റൽസ് ഒരുപാട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടി ബാഗർ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമുക്ക് മിസ്സാകാനുള്ള സാധ്യതയുണ്ട്. കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ സെയിൽസ് കൂടുന്നുണ്ട്, കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുന്നുണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതില്ലാതെ ഒരു കമ്പനി ഒരിക്കലും ഒരു മൾട്ടി ബാഗർ റിട്ടേൺ തരില്ല. അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ ഈ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുക. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇപ്പോൾ 75% തന്നെയുള്ള കമ്പനികളെ മൾട്ടി ബാഗർ ആകുള്ളൂ? ഇല്ല, അങ്ങനെയില്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. FISും DISും ഇൻവെസ്റ്റ് ചെയ്യാത്ത കമ്പനികൾ മൾട്ടി ബാഗർ ആകാം. അത് കുറേ ജേർണി കഴിഞ്ഞായിരിക്കും അവർ ചിലപ്പം ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് FI DI ഒക്കെ സ്ക്രീനിങ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. പിന്നെ ROCയും ROEയുമാണ്. ROCയും ROEയും കുറഞ്ഞിട്ടുള്ള കമ്പനികൾ മൾട്ടി ബാഗർ ആകാം. അതുകൊണ്ട് അതും നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും. പിന്നെ മൾട്ടി ബാഗർ റിട്ടേൺ സാധ്യതയുള്ള കമ്പനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കൈ, അതായത് ബ്രേക്ക് ഔട്ട് നടത്തുന്ന കമ്പനികൾ മാത്രമേ മൾട്ടി ബാഗർ ആവുള്ളൂ. അല്ല, ഒരു കമ്പനി ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൾട്ടി ബാഗർ ആകണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഹൈ ഈ കമ്പനി ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് സ്ക്രീൻ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം കൂടി അതിൽ ഉൾപ്പെടുത്തണം. ഹൈ ബ്രേക്ക് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് നടത്തിയ കമ്പനികൾ മാത്രം പരിഗണിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ കമ്പനികൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഞാനൊരു ചെറിയ സ്റ്റഡി നടത്തി. NSEയിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 2266 കമ്പനികളാണ്. BSEയിൽ ETF-ഉം കാര്യങ്ങളും എല്ലാം കൂട്ടിയിട്ട് 5300 സംതിങ് കമ്പനികൾ, 50 എന്ന് ഞാൻ എഴുതുന്നു, എക്സാക്റ്റ് ആയിരിക്കില്ല, ഏകദേശം അതിനടുത്ത് കമ്പനികളാണ് BSEയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ എല്ലാ കമ്പനികളിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഞാനിവിടെ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 1000 രൂപയാണ്. ഇതുപോലുള്ള കമ്പനികളിൽ ഒരു 1000 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അനങ്ങാതിരിക്കുക. അത് 2000 രൂപയോ 3000 രൂപയാകുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ പൈസ നമുക്ക് ലാഭം കിട്ടിയ പൈസ ആയിരിക്കണം, അല്ലെങ്കിൽ വെറുതെ കിട്ടിയ പൈസ ആയിരിക്കണം അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഉചിതം പോലെ തീരുമാനിക്കുക. മാർക്കറ്റിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയ പൈസ വേണമെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു 2266 കമ്പനി അല്ലെങ്കിൽ 5350 കമ്പനി, ഇതിലൊന്നും നമുക്ക് 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കൂലെന്നല്ല, വേണേൽ സാധിക്കും, പക്ഷേ ലക്ഷങ്ങൾ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ 2266 കമ്പനി മാത്രം 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്കത് 22,66,000 രൂപ നമുക്ക് ആവശ്യമുണ്ട്. വലിയ എമൗണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സ്ക്രീൻ ചെയ്തെടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ സ്ക്രീൻ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ആ സ്ക്രീനൊക്കെ ചെയ്ത് 77 കമ്പനികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങളുടെ അറിവും കൂടി ഉപയോഗിച്ച് സ്ക്രീൻ ചെയ്ത് കുറച്ചും കൂടെ ഫിൽറ്റർ ചെയ്യാം. ഇനി 77 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താലും 77,000 രൂപയേ വരുള്ളൂ. അതിൽ ഏതെങ്കിലും കമ്പനികൾ മൾട്ടി ബാഗറായാൽ മതി അല്ലേ. ഇവിടെ നമ്മൾ കണ്ടില്ല, ഈ ഒരു കമ്പനി മൾട്ടി ബാഗറായപ്പോൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 9 ലക്ഷത്തി സംതിങ് ആയി മാറി. നമ്മൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന 77,000 രൂപ 77 കമ്പനികളിലാണ്. അതിലൊരു 10 കമ്പനി മൾട്ടി ബാഗറായാൽ മതി, നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. ഇതിൽ ഒരു 50 കമ്പനി ഡീലിസ്റ്റ് ചെയ്തു പോയാലും അതിനൊന്നും സാധ്യതയില്ല, കാരണം നല്ല കമ്പനികളാണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ പോലും 50 കമ്പനികൾ ഡീലിസ്റ്റായി പോയി, അതായത് നമ്മുടെ പൈസ സീറോ ആയിപ്പോയാലും ഒരു 10 കമ്പനിയെങ്കിലും മൾട്ടി ബാഗറായാൽ മതി. ഈ പൈസയെല്ലാം നമുക്ക്, ഈ പൈസ മാത്രമല്ല നല്ല ലാഭം നമുക്ക് തിരിച്ച് കിട്ടാനായിട്ട്. എന്തായാലും നമുക്ക് ഈ ഒരു സംഭവം സ്ക്രീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കയറുന്നത് screener.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വെബ്സൈറ്റാണ്, പല പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റാണ്. ഇവിടെ സ്ക്രീൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക.
മിക്കവർക്കും അറിയാം അല്ലേ? ഇത് അറിയില്ലാത്തവരും ഒന്ന് പഠിച്ചോളൂ. ഈ ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് അടിച്ചു കൊടുക്കാം. ഒന്ന്, മൾട്ടി ബാഗർ ആകാൻ സാധ്യതയുള്ള കമ്പനി അതിൻ്റെ ഫാക്ടറികളും മറ്റ് സംഭവങ്ങളും എക്സ്പാൻഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ സ്ക്രീനറിൽ CWIP എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തോളൂ. ഇതെന്തായിരിക്കണം? ഇത് കൂടുതലായിരിക്കണം. ഈ വർഷത്തെ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ് കൂടുതലായിരിക്കണം. അങ്ങനെയുള്ള കമ്പനിയാണല്ലോ എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും CWIP എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് കാണാം ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് പ്രിസീഡിങ് ഇയർ. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന സിമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ഗ്രേറ്റർ ദാൻ ആണ് കേട്ടോ. അതായത് ഇപ്പോഴത്തെ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് കൂടുതലായിരിക്കണം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും. എന്തിനെ കഴിഞ്ഞ് കൂടുതലായിരിക്കണം? കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ കഴിഞ്ഞ് കൂടുതലായിരിക്കണം. ഇനി നമുക്ക് ഇവിടെ ആൻഡ് എന്ന് പറഞ്ഞ് അടുത്ത കമാൻഡ് കൊടുക്കാം. രണ്ടാമത്തെ കമാൻഡ് കൊടുത്തപ്പോൾ ഞാൻ വളരെയധികം ആലോചിച്ചു, നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക. അതായത് മുകളിലേക്ക് പോകുന്ന സ്റ്റോക്ക് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് സ്റ്റോക്ക് മാർക്കറ്റിൽ സാധാരണ കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, മീഡിയയും പബ്ലിക്കും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് 200 ഡേ മൂവിങ് ആവറേജിൻ്റെ മുകളിൽ സ്റ്റോക്ക് പ്രൈസ് നിൽക്കുക എന്നുള്ളത്. 200 ഡേ മൂവിങ് ആവറേജിൻ്റെ മുകളിൽ ബുള്ളിഷും അതിന് താഴെയുള്ള ബീറിഷും. ഈ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് കൊടുത്തു കഴിയുമ്പോൾ എത്ര സ്റ്റോക്കുകൾ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒൺലി കമ്പനീസ് വിത്ത് മാർച്ച് 2024 റിസൾട്ട് എന്ന് കൊടുത്തു. അതുകൊണ്ട് ഇത് സേവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ചെയ്തെടുക്കണം. കാരണം ഇനിയും റിസൾട്ട് വരാനുള്ള കമ്പനികളുണ്ട്, ഇനിയും റിസൾട്ട് അനൗൺസ് ചെയ്യാത്ത കമ്പനികളുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യും. ഇവിടെ ആൻഡ് കൊടുത്തതുകൊണ്ടാണ് ഇവിടെ ഒരു എറർ വന്നത്. ആൻഡ് നമ്മൾ മാറ്റുന്നു, എന്നിട്ട് റൺ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1158 കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനിയിൽ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 11,58,000 രൂപ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നോർമലി സാധിക്കില്ല. അതുകൊണ്ട് ഇനി അടുത്ത ഫിൽറ്ററും കൂടെ നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇത് കണ്ടോ, നെസ്ലെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണോ പേര്? സഹാന എന്ന് പറയുന്ന ഒരു കമ്പനി, സഹാന സിസ്റ്റംസ്, ഡിജികോർ സ്റ്റുഡിയോസ്. ഇതിൽ മിക്ക കമ്പനികളും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അല്ലേ? എന്തായാലും ഈ കമ്പനികൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലായി. എന്തായാലും ഈ 1158 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ഫിൽറ്റർ കൊടുക്കുന്നു. ഇതിൽ ബുള്ളിഷുള്ള സ്റ്റോക്കുകൾ മാത്രം നമുക്ക് മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാരാമീറ്റർ എന്താണ്? 200 ഡേ മൂവിങ് ആവറേജിന് മുകളിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനികൾ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ആൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു സ്പേസ് ഇട്ടു, എന്നിട്ട് ആൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി CMP കറണ്ട് മാർക്കറ്റ് പ്രൈസ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ വന്നു. സെലക്ട് ചെയ്തു, ഗ്രേറ്റർ ദാൻ കൊടുത്തു. DMA ഡെയിലി മൂവിങ് ആവറേജ് ആണ്. DMA 50 ഉണ്ട്, 200 ഉണ്ട്, അങ്ങനെ ഓരോ സംഭവങ്ങൾ. പ്രീവിയസ് ഡേ ഉണ്ട്, പ്രീവിയസ് ഡേ 200 ഉണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഉള്ളതാണ് വേണ്ടത്. DMA 200 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 200 ഡേ മൂവിങ് ആവറേജിന് മുകളിലുള്ള കമ്പനികൾ നമുക്ക് കിട്ടി. റൺസ് കോറി കൊടുക്കാം. 740 കമ്പനികളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 740 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 7,40,000 രൂപ വേണം. ഒരു സാധാരണക്കാരന് അത് സാധിക്കാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത ഫിൽറ്റർ കൊടുക്കുകയാണ്. ഇത് രണ്ടും നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഫിൽറ്ററാണ്. കാരണം ഈ സംഭവം ഇല്ലാതെ ഒരു കമ്പനി മൾട്ടിബാഗർ ആവില്ല. 200 ഡേ മൂവിങ് ആവറേജിന് മുകളിൽ ട്രേഡ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാപെക്സ് ഇൻക്രീസ് ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. അതില്ലാതെ ഒരെണ്ണം മൾട്ടിബാഗർ ആവില്ല. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ക്രിറ്റീരിയ കൊടുക്കാം. ഇതിപ്പോൾ എന്താ ചെയ്യുക? മൂന്നാമത്തെ ക്രിറ്റീരിയ സെയിൽസും പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യുന്ന കമ്പനികൾ. യെസ്, അതൊക്കെയാണ് അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കമ്പനികൾ കൊടുക്കാം. പ്രോഫിറ്റ് ഗ്രോത്ത് എത്ര വേണേലും ആകാം. ഇവിടെയൊക്കെ ചില കമ്പനികൾ നമുക്ക് മിസ്സാകാനും സാധ്യതയുണ്ട്. അത് മിസ്സായത് പിന്നീട് നമുക്ക് കിട്ടും. എന്തായാലും ഈ ഒരു സംഭവം കൊടുക്കുകയാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടാവണം. എന്നാൽ ഞാനിവിടെ കൊടുക്കുന്ന ഒരു 25% കേട്ടോ. 25% പ്രോഫിറ്റ് ഗ്രോത്തുള്ള കമ്പനികൾ. നമുക്കറിയാവുന്നത് പ്രോഫിറ്റ് ഗ്രോത്ത് മസ്റ്റാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ഇല്ലാതെ ഒരു കമ്പനിക്ക് മൾട്ടിബാഗർ ആകാൻ സാധിക്കില്ല. അപ്പോൾ അത് ഞാനിവിടെ 25% കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. താഴെ കമൻറ്റ് ചെയ്യണം. നമുക്ക് നല്ലൊരു സാധനം പിക്ക് ചെയ്യാനുണ്ട്, നല്ലൊരു സ്ക്രീനർ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അക്യുറസി കൂട്ടാനായിട്ട്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സ്ക്രീനറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രോഫിറ്റ് ഗ്രോത്ത് മസ്റ്റാണ്. അത് 25% എന്നുള്ളതോ അല്ലെങ്കിൽ 50% അല്ലെങ്കിൽ 10% എന്നുള്ളതോ അങ്ങനെയല്ല. ഇത് ഗ്രോത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 25 ഞാനിവിടെ കൊടുക്കുന്നത് അങ്ങനെ ഒരു ഫിൽറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ 10% മുകളിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ളതും കൊടുക്കാം. അടുത്ത പ്രാവശ്യം അതിൽ കൂടുതൽ വന്നാലോ. പക്ഷേ ഇവിടെ 24% പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള കമ്പനികൾ നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ 25% മുകളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഈ ഒരു പാരാമീറ്റർ കൊടുക്കുമ്പോൾ വരും. അപ്പോൾ ഇനി ഒന്ന് സ്ക്രീൻ ചെയ്ത് നോക്കാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് വേണമെങ്കിൽ മാറ്റിയൊക്കെ ചെയ്തു കേട്ടോ. 10 ചെയ്തു.
നമുക്ക് വേറെ മാർഗ്ഗമില്ല, കമ്പനിയുടെ എണ്ണം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. 397 കമ്പനികളാണ്. ഇപ്പോഴും നമുക്ക് ഏകദേശം 4 ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. നല്ല നല്ല കമ്പനികൾ വരുന്നുണ്ട് കേട്ടോ. IIFL സെക്യൂരിറ്റീസ്, ഐസ് മേക്ക് റെഫ്രിജറേറ്റർ, ശ്രീ ദിഗ്വിജയ് സിമെൻറ്റ്, മഹാനഗർ ഗ്യാസ്, KP എനർജി, അക്സോ നോബൽ, എയ്സ്, അബാർ ഇൻഡസ്ട്രീസ്, ഒരുപാട് നല്ല നല്ല കമ്പനികൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് കൊടുക്കേണ്ടത് സെയിൽസ് ഗ്രോത്ത് ഇല്ലാതെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പല രീതിയിൽ പ്രോഫിറ്റ് ഗ്രോത്ത് വരാം. ചിലപ്പം അതർ ഇൻകം ആയിട്ടൊക്കെ നമുക്ക് മണി വന്നു കഴിഞ്ഞാലും പ്രോഫിറ്റ് ഗ്രോത്ത് വരാം. അല്ലെങ്കിൽ പ്രോഫിറ്റിൽ അത് കാണിക്കും, അത് ചിലപ്പോൾ ഗ്രോത്തായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ജെന്യുവനായിട്ട് സെയിലില്ലാതെ പ്രോഫിറ്റ് ഗ്രോത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് സെയിൽസ് ഗ്രോത്തും കൂടെ കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്തു. ആദ്യം തന്നെ കിട്ടി സെയിൽസ് ഗ്രോത്ത് ഗ്രേറ്റർ ദാൻ 25. ഇനി എത്ര കമ്പനി കിട്ടുന്നുണ്ടെന്ന് നോക്കാം. 155. 1,55,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പനികളിലെല്ലാം ഒരു 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങൾ ഫർദർ സ്റ്റഡിക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഓരോ കമ്പനി എടുക്കുക. കാരണം ഈ എല്ലാ കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. ഇത് 52 വീക്ക് ഹൈയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിങ് ഹൈയോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അത് നമുക്ക് സ്ക്രീനറി കൊടുക്കാനൊരു മാർഗ്ഗവും ഇല്ല. അതിന് നമ്മൾ ചാർട്ട് എടുത്ത് നോക്കണം. ഇപ്പോൾ 155 കമ്പനിയുടെ ചാർട്ട് എടുത്ത് നോക്കുക എന്നുള്ള അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് കണ്ടോ, ജൂപ്പിറ്റർ വാഗൺസ് ഒക്കെ ഉണ്ട്, JWL, ഇതൊക്കെ നല്ല നല്ല കമ്പനികളാണ്. ഇന്നലെ 6% കയറിയേക്കുന്നത്. ഈ കമ്പനി നോക്കൂ, ഇത് ബ്രേക്ക് ഔട്ട് നടത്തിയ കമ്പനിയാണ്. ഏതാണ്ട് 400 ലെവലിന് മുകളിൽ ഇത് ബ്രേക്ക് ഔട്ട് നടത്തി. ഇപ്പോൾ 600-ലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ട് നടത്തിയ കമ്പനികൾ മാത്രം പരിഗണിച്ചാൽ മതി. അതിലൊരു കമ്പനി ഏതാണ്? JWL ആണ്, ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്. അങ്ങനെ ഒരു നല്ല കമ്പനി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോളിക്യാബ് ഉണ്ട്. പോളിക്യാബ് നോക്കിക്കോ, അത് ഈ 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അഥവാ എന്തായാലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാതെ താഴേക്ക് അങ്ങ് പോരും. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. എലിക്കോൺ ഉണ്ട്, എലിക്കോൺ എഞ്ചിനീയറിംഗ്. ഇതൊക്കെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. സഫാരി ഉണ്ട്. ശക്തി പമ്പൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. നല്ല രീതിയിൽ ഇത് കയറിപ്പോയി. ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇത് ഡബിൾ ഡിജിറ്റ് അല്ല, ഡബിൾ റിട്ടേൺ ഒക്കെ തന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഇങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഓരോന്നും നമ്മളെടുത്ത് നോക്കുന്നില്ല. ഇത് കണ്ടോ, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് 100 രൂപയുണ്ടായിരുന്നപ്പം ഞാൻ വീഡിയോ ചെയ്ത കമ്പനിയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇത് കുറച്ച് താഴേക്കാണ് വന്നേക്കുന്നത്. ഇനി ബ്രേക്ക് ഔട്ട് നടത്തിയാൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്യുമ്പോൾ ഈ പറയുന്ന 155 കമ്പനികൾ ഉണ്ടാവില്ല. പക്ഷേ അത് നമ്മളിവിടെ മാനുവലി തന്നെ ചെക്ക് ചെയ്യണം. ജീന സിക്കോ എന്ന് പറയുന്ന ഒരു കമ്പനി, ഇതും അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒന്നും കൂടി ഒന്ന് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ ഇവിടെ വേറെ ഒരു കമ്പനി, ആനന്ദ് രതി. ഇത് നമ്മൾ പണ്ട് വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അത് വീഡിയോ ചെയ്ത് കയറി അങ്ങെത്തി. ഇത് 2 ഇരട്ടിയല്ല 3 ഇരട്ടിയോ കണ്ട് നമുക്ക് 3 4 എത്രയാണെന്ന് ഞാൻ മറന്നുപോയി. എന്തായാലും നല്ല രീതി, കാരണം ഒരു വർഷത്തെ ചാർട്ടാണ് ഈ കാണുന്നത്. നമ്മൾ ഒരു വർഷത്തോടനുബന്ധിച്ച് അതിന് മുമ്പൊക്കെ വീഡിയോ ചെയ്തതാണ്. ഇത് 2-3 വട്ടം ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേരമൊക്കെ 1000 രൂപ ലെവലിലായിരുന്നു. ഇപ്പോൾ 4000-ന് മുകളിലാണ്. അപ്പോൾ 4 ഇരട്ടി ആയല്ലോ, 400% ആയല്ലോ. അപ്പോൾ ആ കമ്പനിയും അങ്ങനെയുള്ള കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്ത പല കമ്പനികളും ഇതിൽ വന്നിട്ടുണ്ട്. അതേപോലെ ജാഷ് എഞ്ചിനീയറിംഗ്, ഇത് 400 രൂപയുള്ളപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതാണ്. 2190 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. കുറേ നാൾ മുമ്പ് കേട്ടോ ജാഷ് എഞ്ചിനീയറിംഗ്. കല്യാൺ ജ്വല്ലേഴ്സ് 100 രൂപയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പറഞ്ഞാണ്, ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, എനിക്കതിന് സമയം കിട്ടിയില്ല. മാൻ ഇൻഡസ്ട്രീസ് ഉണ്ട്, മണപ്പുറം ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പാരാമീറ്റർ കൂടി കൊടുക്കാം. ഞാൻ ആൻഡ് കൊടുത്തു. പ്രൊമോട്ടർ ഹോൾഡിംഗ് 50%-ന് മുകളിലുള്ള കമ്പനികൾ. ഇത് അത്ര നിർബന്ധമല്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് 50%-ന് താഴെയുള്ള കമ്പനികൾ മൾട്ടിബാഗർ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ കൊടുക്കുന്നത് 50-ന് മുകളിലുള്ള ഒരു ട്രസ്റ്റഡ്, അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രസ്റ്റ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. കാരണം ഇത്രയും കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീണ്ടും ഒരു സ്ക്രീനർ കൂടി കൊടുത്തിട്ട് അത് കൂട്ടാനായിട്ട് സാധിക്കും. അതിൻ്റെ കമ്പനികളുടെ നമ്പർ കുറയ്ക്കാനും അങ്ങനെ നമ്പർ കുറച്ച് കൂട്ടാനായിട്ട് സാധിക്കും. അതിനാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് 50%-ന് മുകളിൽ. അപ്പോൾ ഇത് നിങ്ങൾ കൊടുക്കാതിരിക്കാം. ഇതൊരു നിർബന്ധമുള്ളതല്ല. ഇതിൽ താഴെയുള്ള കമ്പനികളും മൾട്ടിബാഗർ ആയേക്കാം. എന്നാൽ കൂടുതൽ ചാൻസ് പ്രൊമോട്ടർ ഹോൾഡിംഗ് 50%-ന് മുകളിലുള്ള കമ്പനികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് 109 കമ്പനികൾ കിട്ടി. കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ എടുത്താന്ന് തോന്നുന്നു അല്ലേ. ദീപ് ഇൻഡസ്ട്രീസ്. ഇനി ഒരെണ്ണം കൂടെയും കൊടുക്കണോ? വേണമെങ്കിൽ ഒരു സ്ക്രീനർ കൂടി കൊടുക്കുക. ഈ ജെൻസോൾ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം ഇങ്ങനെ നമ്മൾ എടുത്തതും വിറ്റതും. എക്സിക്കോം ഒക്കെ ഈ കഴിഞ്ഞ ദിവസം വിറ്റതാണ്. എക്സിക്കോം ഞാൻ വിറ്റു കേട്ടോ. അത് നമ്മുടെ P&L നോക്കിയാൽ ഇവിടെ കാണാം. എക്സിക്കോം
ഇന്നലെയാണ് വിറ്റത്. നല്ല കമ്പനി ആയിരുന്നു. പക്ഷേ പിന്നീട് വാങ്ങാമല്ലോ, വേണമെങ്കിൽ പിന്നെ വാങ്ങാം എന്ന് കരുതി ഞാൻ ഒരുപാട് കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി റിസൾട്ടൊക്കെ വരുമല്ലേ. ഇത് കണ്ടോ എക്സിക്കോം. ഇപ്പോൾ എക്സിക്കോം ഇവിടെ നമ്മൾ 2920 രൂപ ലാഭത്തിനാണ് കഴിഞ്ഞ ദിവസം വിറ്റത്. അതും ഇതിൽ വരുന്ന ഒരു കമ്പനിയാണ്. എന്തായാലും ഈ 2 മാസത്തെ പ്രോഫിറ്റ് 1,20,000 രൂപയുണ്ട്. പക്കാ ട്രേഡാണ് കേട്ടോ, പക്കാ ട്രേഡ്. ഒരു 4% 5% വരുമ്പം അങ്ങനെ കൊടുത്ത് അങ്ങനെ ട്രേഡ് ചെയ്താണ്. അതിൽ കൂടുതലും ETF ആണ്. ഇനിയിപ്പോൾ സ്റ്റോക്കിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്കിലേക്ക് ശ്രദ്ധ കുറവായിരുന്നു, കൂടുതൽ ETF-ലൊക്കെയാണ് ചെയ്തത്. അപ്പോൾ സ്റ്റോക്കിലേക്ക് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കത് പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ബീറിഷ് ആണെങ്കിൽ കാര്യമില്ല, ഈ പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയും വരാം. അപ്പോൾ ഇത് ഈ 4% എന്ന് പറയുന്ന ഒരേ ക്യാഷ് ഇട്ട് പലവട്ടം ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ട്രേഡ് ചെയ്തു, അതിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, വീണ്ടും ആ ക്യാഷ് ഉപയോഗിച്ച് വീണ്ടും ട്രേഡ് ചെയ്തു. അങ്ങനെ എത്ര വട്ടം ചെയ്തതെന്ന് എനിക്കറിയില്ല, അത് നമ്മളിങ്ങനെ കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലാഭം കിട്ടിയ പൈസയാണല്ലേ. അപ്പോൾ ഈ ഒരു ലാഭം കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ഇതുപോലുള്ള സ്റ്റോക്കുകൾ വാങ്ങാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് തന്നെ എടുക്കാം. അപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ട്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് മൾട്ടിപ്പിൾ അക്കൗണ്ട് എന്ന്. അപ്പോൾ ഇത് 5 പൈസയിൽ മാത്രമുള്ള ലാഭമാണ്. മറ്റ് ബ്രോക്കിംഗ് ഫേമുകളിൽ ഇത്രയും ലാഭമില്ല, കാരണം വളരെ ട്രേഡ് കുറഞ്ഞാണ് ചെയ്ത്. ചിലപ്പോൾ 10,000 ഉണ്ടാകും, അല്ലെങ്കിൽ 20,000 ഉണ്ടാകും, അങ്ങനെയൊക്കെയേ ലാഭമുള്ളൂ. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഒരു ടൈം പാസ് പോലെയാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പേഴ്സൻറ്റേജ് കൂടുതലുണ്ടാവും, കാരണം എപ്പോഴും അതിൽ നോക്കിയാൽ എപ്പോഴും വിൽക്കില്ല. അങ്ങനെ അപ്പോൾ മറ്റൊരു 5 അക്കൗണ്ട് കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പുതിയ അക്കൗണ്ടിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മൾ അതെടുത്ത് വിറ്റ് കളയും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് 120 സ്റ്റോക്കുകൾ വാങ്ങാനുള്ള പൈസ ഇവിടെ ലാഭമായിട്ട് നേടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അതിലും വലുതായിരിക്കും, കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈവൻ ഇതിൽ കുറവാണ്, അല്ലെങ്കിൽ ഒരു ട്രേഡ് 1000 രൂപ കിട്ടിയുള്ളൂ, അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിൽ നിന്ന് ഒരു നല്ല കമ്പനി സെലക്ട് ചെയ്തിട്ട് അതിലങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പോയാലും മതി കേട്ടോ. അങ്ങനെ പോയാലും മതി. ഇപ്പോൾ 109 കമ്പനികൾ കിട്ടിയില്ലേ. ഇനി ഞാൻ അടുത്ത ഒരു ക്രൈറ്റീരിയ കൂടി കൊടുക്കുകയാണ്. അത് എന്താണെന്നറിയോ? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഒരു സ്റ്റോക്ക് മൾട്ടി ബാഗർ ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് ഉയരണം. അതിൻ്റെ പ്രൈസ് ഉയരുകയാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലും ഉയരും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ക്രൈറ്റീരിയ ഇങ്ങനെയാണ് കൊടുക്കുന്നത്: 500 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി മതി. ഇതിലും എക്സെപ്ഷൻ ഉണ്ട്. 500 കോടിക്ക് താഴെയുള്ള കമ്പനിയും വേണമെങ്കിൽ മൾട്ടി ബാഗർ ആകാം. പക്ഷേ ഈ സ്ക്രീനർ നമ്മൾ സേവ് ചെയ്തിട്ട് പിന്നീട് സ്ക്രീൻ ചെയ്യുമ്പോൾ അതെപ്പോഴാണോ 500 കോടിക്ക് മുകളിൽ വരുന്നത് അന്നേരം നമ്മുടെ ഈ ലിസ്റ്റിൽ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് കമ്പനികളുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ ഉപയോഗിക്കാം: മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഗ്രേറ്റർ ദാൻ 500. ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ, കാരണം ഈ പറയുന്ന മറ്റുള്ള സ്ക്രീനിങ്, അതായത് സെയിൽസ് ഗ്രോത്ത് വേണം, പ്രോഫിറ്റ് ഗ്രോത്തും വേണം, പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ അതൊരു 50% മുകളിലാണ് നല്ല കമ്പനികളായിട്ട് കണക്ക് കൂട്ടുക. വേണമെങ്കിൽ അത് 40 ആക്കി കുറയ്ക്കാം കേട്ടോ, 40 ആക്കി കുറയ്ക്കാം. കാരണം 49% ഉള്ള ഇത് കിട്ടിയല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ കുറയ്ക്കാം. പിന്നെ അതിലും താഴെയുള്ള കമ്പനി വേണ്ടാന്ന് വെക്കുക, ഇനിയിപ്പോൾ ആവുകയാണെങ്കിൽ ആകട്ടെ. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ചില കമ്പനികൾക്ക് പ്രൊമോട്ടർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളും ഇതിൽ നിന്ന് പോകും. അതുകൊണ്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് നിങ്ങൾ മാറ്റുന്നത് നന്നായിരിക്കും. എന്നിട്ട് മാനുവലി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാറ്റണ്ട, അതിരുന്നോട്ടെ 500 കോടി. ഇനിയിപ്പോൾ റൺ ദിസ് ക്വറി കൊടുക്കാം. 76 കമ്പനികൾ ഫിൽട്ടർ ചെയ്തു. 76 × 1000, അതായത് 76,000 രൂപയുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ നോക്കിയപ്പോൾ 77 ആയിരുന്നു, ഇപ്പോൾ 76 വന്നത്. എന്തോ ഒരു ചെറിയ ഒരു സംഭവം. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, 76 ഉണ്ടല്ലോ. അപ്പോൾ 76,000 രൂപയുണ്ടെങ്കിൽ ഈ കമ്പനികളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ ഇത് ഒന്നും കൂടെ ഫിൽട്ടർ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എങ്ങനെയാണത്? ഹൈ ബ്രേക്ക് ചെയ്യുന്ന കമ്പനികൾ മാത്രം, ബ്രേക്ക് ഔട്ട് തരുന്ന കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അല്ലാത്തത് അവിടെ നിന്നോട്ടെ. അദാനി പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ക്യാപെക്സ് കൂട്ടിയിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്, അതായത് ക്യാപെക്സ് ഏറ്റവും കൂടുതലുള്ള കമ്പനികൾ, അതായിരിക്കും മൾട്ടിബാഗറാകാൻ ചാൻസ് കൂടുതൽ. ആസാദ് എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആസാദ് എഞ്ചിനീയറിംഗ് ഒക്കെ. ഓക്കെ, എന്തായാലും അത് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. അതിന് മുമ്പ് ഞാൻ ഇതിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, പക്ഷേ അവിടെ ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാനത് മാറ്റുകയാണ്. കാരണം പ്രൊമോട്ടർ ഇല്ലാത്ത കമ്പനിയും ഈ ഒരു ഇതിലേക്ക് വരാം. പ്രൊമോട്ടർ ഇല്ലാന്ന് കരുതി ഒരു കമ്പനി മോശമൊന്നും ആവില്ല. അതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ITC നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് തോന്നുന്നു. ITC നല്ല കമ്പനിയാണ്. ഇനി നമുക്ക് ITCയുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒന്ന് നോക്കാം. ITCക്ക് പ്രൊമോട്ടർ ഇല്ല, കണ്ടില്ലേ? എന്ന് വെച്ചാൽ ITC മോശം കമ്പനിയാണോ? FIS ഉണ്ട്, DIS ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, പബ്ലിക് ഉണ്ട്. എന്നാൽ ITCക്ക് ആരില്ല, പ്രൊമോട്ടറില്ല. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ മോശം കമ്പനികളല്ല, മറിച്ച് ഇതിൽ വെൽ മാനേജ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് റൺ ചെയ്യുന്ന കമ്പനിയാണ് ITC. ഒരാളല്ല റൺ ചെയ്യുന്നത്.
അല്ലെങ്കിൽ ഒരു കുടുംബമല്ല റൺ ചെയ്യുന്നത്. ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ് അല്ല ITC. അത് പ്രൊഫഷണലി മാനേജ് ചെയ്തിട്ടുള്ള ബിസിനസ്സാണ്. അതുകൊണ്ടാണ് അതിൽ പ്രൊമോട്ടർ ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾക്ക് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്, ഫോർ എക്സാമ്പിൾ റിലയൻസ്, മുകേഷ് അംബാനി പറയുന്നതാണ് അവിടെ വേദവാക്യം. അദ്ദേഹം പറയുന്നത് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് റിലയൻസ്. അതൊരു ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. അപ്പോൾ അതിനെക്കഴിഞ്ഞും കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള ബിസിനസ്സാണ് പ്രൊഫഷണൽ റണ്ണിങ് ബിസിനസ്. അപ്പോൾ അതാണ് ITC. അതുകൊണ്ടാണ് ഞാനിവിടെ മാർക്കറ്റ് ക്യാപ്പല്ല, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒഴിവാക്കിയത് കേട്ടോ. അത് നിങ്ങൾക്ക് ഒഴിവാക്കിയും അല്ലാതെയും നോക്കാം. നമുക്ക് കമ്പനിയുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഒഴിവാക്കിയപ്പോഴും നമുക്ക് 108 കമ്പനികൾ കിട്ടി. ഇനി ഇതിൽ വേണമെങ്കിൽ ഈ മാർക്കറ്റ് ക്യാപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂട്ടാം. ഇതൊരു 600 കോടിയോ 1000 കോടിയോ ഒക്കെ എന്തായാലും കമ്പനി ഉയർന്നു വരുമ്പോൾ മാർക്കറ്റ് ക്യാപ്പ് കയറും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കമ്പനികളെ ഫിൽറ്റർ ചെയ്യാം. ഇപ്പോൾ ഒരു 102 കമ്പനിയുണ്ട്. ഞാനൊരു 1000 കോടിയാക്കുകയാണ്. ചിലപ്പോൾ മൾട്ടി ബാഗറാകാൻ സാധ്യതയുള്ള കമ്പനികൾ 1000 കോടിക്ക് താഴെ ഉണ്ടാകാം കേട്ടോ. പക്ഷേ നമുക്ക് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ആക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ 93 കമ്പനികൾ കിട്ടി. ഇതിൽ ഏറ്റവും കൂടുതൽ ക്യാപെക്സ് ഇൻക്രീസ് ചെയ്ത കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ CWIP ഫുള്ള് കാണുന്നില്ല. ഇതാണ് CWIP. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കുറവ് തൊട്ടുള്ളത് മുകളിലേക്ക് വന്നു. ഇനി ഏറ്റവും കൂടുതലുള്ളത് നമുക്കിവിടെ കാണാം. അദാനി പോർട്ടാണ്. അദാനി പോർട്ടിൻ്റെ CWIP ഇവിടെ ഇത് ഫുള്ളായിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് അദാനി പോർട്ട് അറിയാലോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പോർട്ട് ഇവരാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും അദാനി പോർട്ടിൻ്റെ ചാർട്ടൊന്ന് എടുത്ത് നോക്കാം. ഹൈ ബ്രേക്ക് ചെയ്യാൻ നിൽക്കുവാണ് ഈ കമ്പനി. അപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അദാനിയുടെ കമ്പനിയാണ്. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. CWIP എന്തേരെയാണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് കാണാം CWIP ഇത് 10,936 കോടിയാണ്. പുതിയ പോർട്ടുകളൊക്കെ ചെയ്യുന്നതായിരിക്കാം, പോർട്ടിൽ ഓരോ പരിപാടികൾ ചെയ്യുന്നതായിരിക്കാം. എന്തായാലും ക്യാപെക്സ് ഏറ്റവും കൂടുതൽ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ വെച്ച് ഏറ്റവും കൂടുതൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് അദാനി പോർട്ടാണ്. അപ്പോൾ അദാനിയുടെ കമ്പനി ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കുകയോ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ കമ്പനി സ്വാൻ എനർജിയാണ്. എന്നാൽ ഇത് LC ആയിരുന്നു, കഴിഞ്ഞ ദിവസം LC ആയിരുന്നു. അപ്പോൾ നമ്മളെന്താ ക്രൈറ്റീരിയ പറഞ്ഞ് ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കമ്പനി താഴേക്ക്, ഒരു നല്ല കമ്പനി അല്ലെങ്കിൽ ഈ ഉയരാൻ സാധ്യതയുള്ള കമ്പനി താഴേക്ക് പോകാം കേട്ടോ, പോകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് സ്വാൻ എനർജി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കമ്പനി നോക്കാം. സംവർദ്ധ് മദർസൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇത് ഹൈൻ്റെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ള ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നോക്കി ഈ ഒക്കെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല റിട്ടേൺ നമുക്ക് കിട്ടിയേനെ, നമുക്കത് ചെയ്യാം. ഇനി ബാക്കി കാര്യങ്ങൾ കൂടി നോക്കണം. ഇതൊരു വലിയ കമ്പനിയാണ്. 1,02,493 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണ്. ഇനി വേറെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ചേഞ്ച് ഇൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. പ്രൊമോട്ടർ റീസെൻ്റ്ലി ഹോൾഡിങ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഒഴിവാക്കാം. അദ്ദേഹം ഹോൾഡിംഗ് കുറയ്ക്കുന്നത് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും. കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വേണം, അതിന് വേണ്ടിയിട്ടും കുറയ്ക്കാം കേട്ടോ. പിന്നെ കടമൊക്കെ ഉള്ള കമ്പനിയാണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. പ്ലെഡ്ജ്ഡ് പേഴ്സൻറ്റേജ് എത്രയുണ്ട്? ഇവിടെ 2% ഉണ്ട്. പ്രൊമോട്ടറുടെ ഹോൾഡിംഗ് എത്രയാണ്? 60.4%. അതിൽ 2% അവർ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. പൈസയുടെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം. അതേപോലെ കടം 20,000 കോടി കടമുണ്ട്. 1,02,000 കോടി മാർക്കറ്റ് ക്യാപ്പുണ്ട്. കടം കുറഞ്ഞ കമ്പനി വേണമെങ്കിൽ അങ്ങനെയും ഡെപ്റ്റ് നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.76 ആണ്. അതായത് ഇത് 1ന് താഴെയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കും. ഇവിടെ കടം 20,000 കോടി ഉണ്ടെങ്കിലും മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു കടമല്ല. അതേപോലെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാവുന്നതാണ്. നമുക്ക് അടുത്ത കമ്പനി നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഒന്നും പറയാനില്ല, നമ്മുടെ കൊച്ചിയിലുള്ളത് തന്നെയാണ്. ഡിഫൻസിലൊക്കെ വരുന്ന കമ്പനിയാണ്. നല്ല രീതിയിൽ കയറി പോകുന്ന കണ്ടില്ലേ. അപ്പോൾ അത് ക്യാപെക്സ് നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ്. വേറെ നെറ്റ് പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഇതൊക്കെ നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ മതി. എന്തായാലും 100 കമ്പനിയല്ലേ ഉള്ളൂ. ക്യാപെക്സ് എത്രയാണ്? കഴിഞ്ഞ വർഷം 1,603 കോടിയായിരുന്നു. ഇതൊന്ന് നോക്കിക്കുക. കഴിഞ്ഞ വർഷവും ഇങ്ങനെ സ്ക്രീൻ ചെയ്താൽ ഈ കമ്പനി നമുക്ക് കിട്ടിയേനെ അല്ലേ. എത്ര ശതമാനമാണ് ഇപ്രാവശ്യം ഉയർന്നേക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അവർ ക്യാപെക്സ് കൂട്ടിയിട്ടുണ്ട്. 2,189 കോടിയാണ് കേട്ടോ. അപ്പോൾ അത്രയും കോടി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആയിരുന്നു ഇവിടുന്ന് 250 രൂപയോ ആയിരുന്നു, ഇപ്പം 2,000 രൂപയാണ്. അപ്പം അതിൻ്റെ വളർച്ച നോക്കിക്ക്. ക്യാപെക്സ് കഴിഞ്ഞ പ്രാവശ്യം കൂട്ടിയായിരുന്നു. നല്ല കൊച്ചിൻ ഷിപ്പ്യാർഡ് നല്ല കമ്പനിയാണ്, നമുക്ക് അറിയുകയും ചെയ്യാം. ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ എടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഓരോ കമ്പനികളും നിങ്ങൾ നോക്കുക. ഇപ്പോൾ 93 കമ്പനികൾ ഇവിടെയുണ്ട്. അപ്പോൾ ഓരോന്നും നോക്കി കുറച്ച് മെനക്കേടുമൊക്കെ ചെയ്യുക. കാരണം ക്യാഷിന് വേണ്ടിയല്ല. എന്തായാലും നമുക്ക് നല്ല ഡിസിഷൻ തന്നെ എടുക്കാം. ഇങ്ങനെ നോക്കി നല്ല കമ്പനികൾ എടുത്താൽ മതി. ബാക്കി കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് വേണേൽ നോക്കാം. ബാക്കി കാര്യങ്ങൾ ഞാനിത് ഉൾപ്പെടുത്താം. മാനുവലി നോക്കുക. എന്നാന്ന് വെച്ചാൽ അങ്ങനെ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ
നല്ല പൊട്ടൻഷ്യലുള്ള കമ്പനി മിസ്സാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് സ്ക്രീനൊന്നും ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക. കാരണം ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. വ്യൂ ഇല്ലെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ നിങ്ങൾ ലൈക്കും ഇതൊക്കെ തരുന്നതുകൊണ്ടാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ അത് വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം കിട്ടണമെന്ന് ആത്മാർത്ഥമുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ലൈക്ക് മറക്കണ്ട. ചോദിച്ച് വാങ്ങുകയാണെന്ന് തന്നെ വിചാരിച്ചാൽ മതി. ഛേദമില്ലാത്ത ഉപകാരമല്ല. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂട്ടുകാരിലേക്ക് ഷെയർ നിർബന്ധമായിട്ടും ചെയ്യണം. നല്ല കണ്ടൻ്റ് അല്ലേ, അവരുടെ ആശയങ്ങൾ കൂടി വരട്ടെ. നല്ല നല്ല ആശയങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നമുക്കത് വെച്ചിട്ട് സൂപ്പർ സാധനം പിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കും ഒരു കോടീശ്വരനാവാം. താങ്ക് യു ഫോർ വാച്ചിങ്.